ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേലും അതുപോലെ തന്നെ അമലും ഒക്കെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ CA ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് പണിക്കാരത്ത് വേഗം കുഴിക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പണിക്കാരെല്ലാവരും കൂടെ അവിടെ കുഴിക്കാൻ വേണ്ടി തുടങ്ങാൻ പോകുമ്പോഴേക്ക് വേലു പറയുന്നുണ്ട്, സാറേ എല്ലായിടത്തും ഉപദ്രവം മാത്രം ചെയ്തിട്ടുള്ളവനാ ഈ ഗംഗപ്രസാദ്. സാറേ അവൻ മരിച്ചത് നല്ല കാര്യമായിട്ടല്ലേ കാണുന്നുണ്ട്, അവന് വേണ്ടിയിട്ട് എന്തിനാ സാറേ ഇങ്ങനെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും CA ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് പേടിയുണ്ടോ? പേടിക്കണമല്ലോ എടാ, നീയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കോടതി കഴിഞ്ഞു പോയപ്പോഴേക്ക് എന്നെ നോക്കി പുച്ഛത്തോടെ ചിരിച്ച മുഖങ്ങളൊക്കെ ഉണ്ട്. നീയും ആ കിരൺ എന്ന് പറഞ്ഞവനും രതീഷ് എന്ന് പറഞ്ഞവനും പിന്നെ നിങ്ങളുടെ വക്കീലൊക്കെ. എടാ, ആ ചിരിയൊക്കെ എനിക്ക് മായ്ച്ചു കളയണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് കോടതിയിൽ അറിയിക്കണം എന്ന് പറയണം. വേലു പറയുന്നുണ്ട്, സാറേ കോടതി ഞങ്ങളെ ശിക്ഷിച്ചാലും ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും സാറേ എന്ന് പറയാണ്. ഇത് കേട്ടുന്ന ആ CA പറയുന്നുണ്ട്, എടാ ദൈവത്തിന്റെ കോടതിയോ അങ്ങനെ ഒന്നൊന്നും ഇല്ലടാ, മനുഷ്യന്റെ കോടതി മാത്രമേ ഇപ്പോഴുള്ളൂ, മനുഷ്യ നിർഭിതമായിട്ടുള്ള കോടതി. അവിടെ ശിക്ഷ വിധിക്കുന്നത് മനുഷ്യന്മാര് തന്നെയാടാ. ഈ കുഴി തോണ്ടിക്കഴിയുമ്പോൾ അതിൽ ഗംഗപ്രസാദിന്റെ ശവം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രതികളാടാ. ഇനി നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇനി ഞാനാണ് ജയിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ CA ഇങ്ങനെ കുഴിക്കെന്ന് പറയാണ്. അപ്പൊ അതിലൊരു കുഴി എടുക്കാൻ വന്ന ഒരാൾ അതിലെ തെങ്ങ് പറിച്ചെടുത്ത് വെളിയിലേക്ക് കളയുവാട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ആകെ ടെൻഷനാവണ വേലു കുറച്ചും കൂടെ മാറി നിൽക്കാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് കേട്ടോ. കിരണ കല്യാണിക്ക് ഇങ്ങനെ ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കിരണോട് പറയുന്നുണ്ട് കല്യാണി, കിരണേട്ട അവരെല്ലാവരും ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. കിരണേട്ടനും ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വാ. കല്യാണി, ഞാൻ കഴിച്ചതാണ്. വെറുതെ നുണ പറയില്ലേട്ടാ, കിരണേട്ടൻ കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കഴിച്ചിട്ട് വാ കിരണേട്ട എന്ന് പറയാണ്. കല്യാണി, ഞാൻ കഴിച്ചതാണ്, നീ ഇത് കഴിക്ക്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കല്യാണി. ആ നിമിഷത്തെ ഞാൻ ഇപ്പോഴും പേടിയോടുകൂടി തന്നെയാണ് ഓർക്കുന്നത്. നിന്നെ ആ ബകാസുരം കുത്തിയ ദിവസം, അന്ന് നീ ഒറ്റക്കാണ് സൈറ്റിലേക്ക് പോവാൻ നിന്നത്. അപ്പോ നിനക്കെന്തോ തലേ ദിവസം വല്ലാത്തൊരു പേടി പോലെ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്റെ കൂടെ ഞാനും വന്നത്. അന്ന് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തായാലും നിന്റെ അവസ്ഥ എന്ന് കിരൺ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോയാനെ കിരണേട്ടാ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ കിരൺ കല്യാണിയുടെ വായ മൂടുമായിട്ടോ കൈ കൊണ്ടായിട്ട് പറയുന്നുണ്ട്, കല്യാണി ഇങ്ങനെയൊന്നും പറയില്ല കല്യാണി, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാ കല്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കിരണിന്റെ മൊബൈലിലേക്ക് ഒരു കോള് വരുന്ന മുമ്പ് കിരൺ ഇങ്ങനെ പറയുന്നുണ്ട്, ആ രാഹുൽ എന്ന് പറഞ്ഞ അയാളെ എന്താണ് വേലുവിന്റെ ഊരിൽ കൊണ്ടുപോയിട്ട് മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്ത സമയത്ത് അയാൾ പറഞ്ഞത് എന്നെ സോണിനെയൊക്കെ കൈപിടിച്ചൊക്കെ നടത്തിയ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾ അങ്ങനെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും കല്യാണി എന്റെ അമ്മയുടെ അച്ഛന്റെ ജീവിതം തകർത്തിട്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കിരണിന്റെ ഫോൺ ബെല്ലടിക്കാട്ടോ. കിരൺ ഫോൺ എടുക്കുമ്പോൾ വേലുവാണ്. ആരാ കിരണേട്ടാ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ വേലുവാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാണ് കിരൺ. ഹലോ, എന്താടാ വേലു? കിരൺ സാറ് കല്യാണി ചേച്ചിയുടെ അടുത്താണോ? അതെ. എങ്കിൽ സാർ അവിടെ നിന്ന് മാറി നിന്നിട്ട് എന്നെ വിളിക്കൂ, ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറയാണ്. ശരിടാ എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ വെക്കാണ്. എന്താ കിരണേട്ടാ? വേലു എന്താ പറഞ്ഞത്? അതോ അവനും അമലും ഇന്നെന്തോ തിരിച്ചു പോകുവാണെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അവര് തിരിച്ചു പോകുവാണെന്നോ? പോകരുതെന്ന് ഞാൻ അവർക്ക് പറഞ്ഞതാണല്ലോ. അറിയില്ല കല്യാണി, ഞാനൊന്ന് വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ പുറത്തേക്ക് പോവാണ്. ശേഷം വേലുവിനെ വിളിക്കുന്നുണ്ട്. ഹലോ വേലു, പറയടാ, ഞാൻ പുറത്താണ്. സാറേ ഇവിടെ ആകെ പ്രശ്നമാണ്. ആ CA ഉണ്ടല്ലോ, അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. 2-3 പണിക്കാരെയും കൂട്ടിക്കൊണ്ടാ വന്നിരിക്കുന്നത്. നമ്മൾ ആ ഗംഗേനെ കൊന്ന് കുഴിച്ചു മൂട്ടിയിട്ട് അവിടെ തെങ്ങും തൈ വെച്ചില്ലേ, ആ തെങ്ങും തൈ അവന്റെ ആ ഭാഗത്തേക്ക് അയാൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാടാ എന്ന് കിരൺ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല സാറേ, അയാളിപ്പോ കുഴിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെങ്കിൽ ടെൻഷനായിട്ട് വയ്യ. വേലു, നീ അബദ്ധം കാണിക്കരുത്. ടെൻഷൻ കേട്ട് നീ കുറ്റമൊന്നും ഏൽക്കാൻ നിൽക്കരുത്. സാറിന് വേണ്ടി ഞാനും രതീഷ് സാറൊക്കെ കുറ്റം ഏൽക്കാൻ തയ്യാറാണ്. വേണ്ട, അങ്ങനൊന്നും വേണ്ട. ജയിലിൽ പോവാണെങ്കിൽ 3 പേരും ഒരുമിച്ച് തന്നെ പോയാൽ മതി. നീ ടെൻഷൻ ആവരെ, നീ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കേണ്ട അവരോട്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. കല്യാണത്തിന് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ വെക്കാണ്. കിരണാണെങ്കിൽ ആകെ ദേഷ്യം വരട്ടോ. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ എന്നൊക്കെ ആലോചിക്കാണ് കിരൺ. അതിനുശേഷം കാണിക്കണ രതീഷിനെയാണ്. രതീഷ് ഈ കാര്യം കാർത്തിക എടുത്തും ലക്ഷ്മി എടുത്തും പറയണ്ട. കാർത്തിക ചോദിക്കണ്ടേ, ഈ പോലീസുകാരന് ഇത് എന്തിന്റെ അസുഖമാണ്? ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ആള് എല്ലാവരെയും കൊന്ന് കൊലവിളിച്ച ആളാണ്. എന്നിട്ട് അയാളുടെ കേസിന് പിന്നാലെ പോവാൻ ഇയാൾക്കൊരു നാണമില്ലേ? രതീഷ് പറയണ്ട്, എനിക്കറിയില്ല. അയാളാണെങ്കിൽ ഈ കേസ് എങ്ങനെയെങ്കിലൊക്കെ തെളിയിച്ച് അടങ്ങൂ എന്നൊരു ഒറ്റ വാശിയിൽ നിൽക്കുവാണ്. ഇനി എന്തായാലും നവീൻ വക്കീൽ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും തോന്നണില്ല.
ഇന്ന് ശവം എടുക്കുകയാണെങ്കിൽ എന്തായാലും ഞാനും കിരൺ സാറും വേലും കുടുങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട് കാർത്തികെ, ആരായിരിക്കും ഗംഗപ്രസാദ് തലക്കടിച്ചതെന്ന്. ആ സമയത്ത് കാർത്തിക് പറയണ്ടേ, ഞാനും അതിനെക്കുറിച്ച് രതീഷ ആലോചിക്കുന്നത്. ആരായിരിക്കും ഗംഗപ്രസാദെ തലക്കടിച്ചത്? അന്ന് മുഹൂർത്ത സമയത്ത് കുറച്ചു നേരം അച്ഛൻ അവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു എവിടെ പോയതാണെന്ന്. അപ്പൊ അച്ഛൻ മുൻവശത്തേക്ക് പോയതാണെന്നൊക്കെയാ പറഞ്ഞത്. അവന് അച്ഛനെങ്ങാനും എന്ന് കാർത്തിക ചോദിക്കുമ്പോ ലക്ഷ്മി പറയണ്ടേ, നിന്റെ അച്ഛനാവാൻ ഒരു വഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോഴേ നിന്റെ അച്ഛൻ ആ കുറ്റം ഏറ്റെടുത്ത് നേരത്തെ ജയിലിൽ പോകേണ്ടതല്ലേ. അച്ഛന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല മോളെ. കിരണിനെ വേലുവിനെ രതീഷിനെ പോലീസ് പിടിച്ചെന്ന് അറിഞ്ഞപ്പോഴാണ് അച്ഛൻ വേണമെങ്കിൽ കുറ്റം ഏറ്റിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങിക്കോളാന്ന് പറഞ്ഞത്. അച്ഛനാണ് ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ അച്ഛൻ നേരത്തെ തന്നെ പോലീസിനെ കീഴടങ്ങിയാനേലോ ഇത്തരം പ്രശ്നങ്ങൾ വരുത്തി വെക്കില്ലായിരുന്നു. അതമ്മ പറഞ്ഞ ശരിയാ. ഇനി ചന്ദ്രസേന അങ്കിള് ഗുണ്ടകളെങ്ങാനും വെച്ചിട്ട് എന്ന് പറയുമ്പോഴേക്കും രതീഷ് പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനി കിരൺ സാറിന്റെ അച്ഛനെങ്ങാനും ഗുണ്ടകളെ വെച്ച് എന്തിനു ചെയ്തോന്ന് ഒരു സംശയമുണ്ട് എന്ന് പറയാണ്. എന്തായാലും ഈ പ്രാവശ്യം ഗംഗപ്രസാദിന്റെ ശവം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ കുടുങ്ങും. കാരണം ബോഡി മറവ് ചെയ്തതും തെളിവ് നശിപ്പിച്ചതിനൊക്കെ ഞങ്ങളെ കുറ്റം ആരോപിച്ച് ജയിലിലിടേണ്ടി വരും. എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന്. കിരൺ സാറിനെ രക്ഷപ്പെടുത്താൻ ഞാനും വേലും തയ്യാറാണ്. പക്ഷെ കിരൺ സാർ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് രതീഷ് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ കിരൺ അപ്പോഴേക്കും കിരണിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മുൻപിൽ തന്നെ ശാന്തമ്മ ചേച്ചി ഉണ്ട് കേട്ടോ. കിരൺ വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പോൾ പോലീസ് വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ശാന്തവച്ചിയുടെ അടുത്തേക്ക് കിരൺ പോകുമ്പോൾ ശാന്തവച്ചി പറയണ്ട, അയ്യോ സാറേ ഒന്നും വയ്യ, ദേ ആ CA അവിടെ തെങ്ങും തൈയില്ലേ അത് മാറ്റിയിട്ട് അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗംഗപ്രസാദിന്റെ ശവം അവിടെ എങ്ങാനും ഉണ്ട് മോനെ എന്ന് ശാന്തവച്ചി ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ട്, ഉണ്ട്, അവിടെ ഉണ്ട്, ശവം ഉണ്ട്, ഗംഗപ്രസാദിന്റെ ചീഞ്ഞണഞ്ഞ ശവം അതിന്റെ അടിയിലുണ്ട് എന്ന് കിരൺ പറയാണ്. അത് കേട്ട് ശാന്തവച്ചി ഞെട്ടിപ്പോണമോ, എന്തൊക്കെയാ പറയണത്? അപ്പൊ അവനെ അവിടെ തന്നെയാണ് കുഴിച്ചിട്ടേക്കണത്? അതെ, ഇന്ന് പെട്ടുപോകുമല്ലോ, അയാൾ അവിടെ തന്നെയാണ് കുഴിക്കണത്. അയാൾ തെളിയിക്കണമെങ്കിൽ തെളിയിക്കട്ടെ ശാന്തമ്മ ചേച്ചി, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ അപ്പുറത്തേക്ക് പോകുവാട്ടോ. അങ്ങനെ പോകുമ്പോഴേക്കും ഇയാളിങ്ങനെ കുഴി എടുത്തെടുത്ത് ഒരുമാതിരി അടിയിലെത്തിയിട്ട് അപ്പൊ കുഴിക്കുന്ന ആള് പറയണ്ടേ, സാറേ ഇനി കുഴിച്ച കിണറാവും സാറേ എന്ന് പറയാണ്. കുറച്ചും കൂടി ഒന്ന് കുഴിക്കേ, ശവമല്ലേ കുഴിച്ചു മൂടിയത്, അപ്പൊ നല്ല ആഴത്തിലായിരിക്കും കുഴിയെടുത്തിരിക്കുന്നത്, കുഴിക്കേ എന്ന് CA പറയാണ്. ആ സമയത്താണ് അവിടേക്ക് കിരൺ വരുന്നത്. കിരണിനെ കാണുമ്പോൾ CA പറയുന്നുണ്ട്, സാർ എത്തിയോ? ഞാൻ നോക്കുമായിരുന്നു സാറിന് എന്താ കാണാത്തെന്ന്. അല്ല സാർ എങ്ങനെ ഇവിടെ എത്തി? സാറിനോട് ആര് പറഞ്ഞു ഇവിടെ ഞങ്ങൾ വന്ന കാര്യം? അപ്പോ കിരൺ പറഞ്ഞ, ആരും പറഞ്ഞില്ല സാറേ, എനിക്കിവിടെ വന്നൂടെ? അല്ല സാറിന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ, പിന്നെ സാർ എന്തിനാ ഇവിടെ വന്നത്? ഹോസ്പിറ്റലല്ലേ വരേണ്ടത്, പെട്ടെന്ന് ഇവിടെ വന്നുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാ. എന്താ സാർ ഇവിടെ കാണിക്കുന്നത്? അല്ല ഗംഗപ്രസാദിന്റെ ശവം നിങ്ങൾ ഇവിടെയാണല്ലോ കുഴിച്ചിട്ടത്, അതൊന്ന് തോണ്ടി എടുക്കാടാ. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. നിങ്ങൾ ഈ സീരീസ് കില്ലറൊക്കെ കാണുന്ന ആൾക്കാരല്ലേ, അപ്പൊ സീരിയൽ കില്ലറൊക്കെ കാണുന്ന ആൾക്കാർ ഇതുപോലത്തെ പല പരിപാടികളും ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അല്ല ആ നഴ്സറിക്കാരന്റെ കയ്യിൽ നിന്ന് അന്ന് നിങ്ങൾ ഇവിടെ നിന്ന് തെങ്ങും തൈ മേടിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 3 മാസം മുമ്പാണെന്ന്. നിന്നോട് ചോദിച്ചപ്പോ നീയും അങ്ങനെ പറഞ്ഞു, വേലുവും അങ്ങനെ പറഞ്ഞു, ആ ശാന്തമ്മ ചേച്ചിയും അങ്ങനെ പറഞ്ഞു. പക്ഷെ അതല്ല സത്യം എന്ന് മനസ്സിലായപ്പോ തന്നെ ഞാൻ ഇവിടെ കുഴി എടുക്കേണ്ടതായിരുന്നു. ഞാനത് കുഴി എടുത്തില്ല. നിങ്ങൾ അന്ന് രാത്രി തന്നെ ഇവിടുന്ന് കുഴി എടുത്തിട്ട് സാധനം മാറ്റിയല്ലേ സാറേ. ഞങ്ങൾക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായടാ, നിങ്ങൾ ഇവിടുന്ന് ശവം മാറ്റിയെന്ന്. പിന്നീട് ആ ശവം കുഴിച്ചു മൂടിയോ അതോ കത്തിച്ചു കളഞ്ഞോ പറയടാ എന്ന് പറയുമ്പോ, സാറേ ഞങ്ങൾക്ക് അറിയില്ല സാറേ, പിടിച്ചോളാടാ, നിന്നെയൊക്കെ ഞങ്ങൾ പിടിച്ചോളാം, വാടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ. ആ സമയത്ത് കിരൺ വേലുവിനോട് ചോദിക്കേണ്ട, വേലു സത്യം പറ, അന്ന് നിങ്ങളുടെ ഇവിടുന്ന് നീയും രതീഷും കൂടി ശവം എടുത്ത് മാറ്റിയോ? അയ്യോ കിരൺ സാറേ സത്യം ഒട്ടും ഇല്ല സാറേ, അമ്മയുടെ സത്യം, ഇല്ല സാറേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ശവം ഇവിടെ പോയടാ? അറിയില്ല സാറേ എന്ന് പറയണം. കിരൺ അപ്പൊ തന്നെ വേഗം ചന്ദ്രസേനന്റെ അടുത്തേക്ക് പോവാണ്. അച്ഛ, അയാളെ കുഴിയെടുത്തപ്പോ അവിടെ ശവം കാണുന്നില്ല, സത്യം പറ അച്ഛ, അച്ഛൻ അതിനെക്കുറിച്ച് എന്തിനും അറിയാവോ? ചന്ദ്രസേനൻ പൊട്ടിച്ചിരിക്കുകയാണ്. എടാ മോനെ, അയാള് അതിനെ ചുറ്റിപ്പറ്റി അന്വേഷണം തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോ തന്നെ അന്ന് രാത്രി തന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ കൊണ്ട് ആ ശവം പൊക്കിപ്പിച്ചു. ചീഞ്ഞളിഞ്ഞായിരുന്നു. പക്ഷെ അവിടെ കിടക്കേണ്ട സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചു. ആ ശവവും എടുത്തു അതൊരു പൊതു ശ്മശാനത്തിൽ കൊണ്ട് അടക്കം ചെയ്തേം കഴിഞ്ഞു. അത് ദഹിപ്പിക്കുകയും ചെയ്തു. അച്ഛാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേടാ, മുമ്പത്തെ ആരോഗ്യമൊക്കെ വെച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ചെയ്താനേ, പിന്നെ ഇപ്പൊ അതിനുള്ള ആരോഗ്യം കാര്യങ്ങളൊന്നും ഇല്ലടാ. നിന്റെ അച്ഛൻ ഒരുപാട് പയറ്റിയിട്ടാടാ ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് എനിക്കിതൊക്കെ സിമ്പിളായിരുന്നു. എന്റെ മോനും കൂട്ടാളികളും ഇതിലൊരു ഇതും വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. കിരൺ പറയണ്ട, അച്ഛൻ്റെ ജീവൻ കാത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് കിരൺ ചോദിക്കുന്നുണ്ട്, എന്നാലും ഒരു സംശയമുണ്ട് അച്ഛാ, ഗംഗപ്രസാദിനെ തലക്കടിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രസേനൻ മുഖത്തോട് ഇങ്ങനെ ചിരിയോട് കൂടി കിരണിനെ നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.